ഉമ്മച്ചാ പറടാ. എനിക്ക് ഇങ്ങട് എന്താണ്ടാ നല്ല വിശപ്പ് ഫുഡ് കഴിക്കാൻ പോകാന്. ഫുഡ് കഴിക്കണ ആ പോകാലോ? പോകാം. എവിടെ പോകും? എവിടെ പോണെന്നാ? ആ നമ്മുടെ തോട്ടുപാലം കോട്ടൺ ഷാപ്പടാ. തന്നെ അടിപൊളി സെറ്റപ്പ്. ഇപ്പൊ ഫുഡാണ് മെയിൻ. ആംബിയൻസ് പേരൊക്കെ ഇട്ടിട്ടേ ആ അടിപൊളിയാക്കില്ല അവിടെ. പോണാ പോകാ. എന്നാ തിരക്കാലേ നമുക്ക്. വിനോട്ടിനെ വിളിക്കും. വിനോട്ടിനെ വിളിക്കാം. നല്ല പോലെ വിനോട്ടിനെ വിളിക്കാലോ. എന്താ നാളെ വരുന്നുണ്ടല്ലോ. എത്ര സമയം ഇത്? സോറി, ഞായറാഴ്ച അല്ലേ, ഒരുപാട് തിരക്ക്. സൊക്കനാണെങ്കിൽ വിശന്ന് വീട്ടിൽ തിരിച്ചു പോയി. സൊക്കനെ മകന്റെ പിറന്നാളായിരുന്നല്ലോ ഇന്നലെ. അപ്പൊ അവന് ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാത്തിക്കാതെ പോയി. അത് കുഴപ്പമില്ല, സൊക്കൻ നമ്മൾ വിളിച്ചു കൊടുത്തല്ലോ. സൊക്ക വാ, സൊക്ക വാ പോവാ. ഹലോ മലയാളീസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സൊക്കനെ ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നേരെ വന്നത് തോട്ടുപാലം കോട്ടാനി ഷാപ്പിലാണ്. ആ പഴയ ഷാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പനമ്പട്ട കൊണ്ട് മടഞ്ഞിട്ട് ചെയ്ത ഒരു ഷാപ്പാണ്. അതിന്റെ ഫോട്ടോ എന്തായാലും കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ആ പഴയ ഷാപ്പ്. നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നല്ല രസമാണ്. നമുക്ക് അവിടെ നല്ല ഫുഡ് വേണം. അപ്പൊ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. സൊക്ക വാ. ഞങ്ങൾ പോയ ടൈമിൽ 2 തരം കറിയും പൊറോട്ടയും ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മച്ചാ ഇരിക്കി. ഞാൻ അങ്ങനെ കോട്ടയം ഷാപ്പിലെത്തി. എന്താ ആംബിയൻസ് അല്ലേ, അടിപൊളി, നല്ല സെറ്റപ്പ്. പറഞ്ഞ സെറ്റപ്പ് പണ്ട് ഒരു ഓലപ്പരയായിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ അന്ന് അതൊരു ചന്തമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മാറ്റിയപ്പോ ഭയങ്കര ചന്തമായി. അപ്പൊ നമുക്ക് എന്തായാലും സൊക്കനെ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ബിബി വാ, എന്താ ഉള്ളത് ഇന്നത്തെ? ആപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി വരുന്നുണ്ട്, ചിക്കൻ ബീഫ് എല്ലാം വരുന്നുണ്ട്. ചിക്കൻ ഉണ്ട്, പെപ്പർ ചിക്കൻ, പെപ്പർ ബീഫ്, ബോട്ടിയുണ്ട്, കപ്പ ബോട്ടിയുണ്ട്, മീനുണ്ട്, മീൻകറിയുണ്ട്, കരിമീനുണ്ട്, നല്ല ആംബിയൻസ്. താറാവുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ സംഭവങ്ങളും വേണം. നിങ്ങൾ ഇപ്പൊ റെഡി ആയിട്ട് കിട്ടുന്നത് ഏതാണോ അത് ഇപ്പൊ ആദ്യം തരിക. ഒരു 5 മിനിറ്റ്. അപ്പൊ നമുക്ക് ഒരു 2 ലിറ്റർ കള്ള്. സന്തോഷം. സന്തോഷേട്ടൻ, നമ്മുടെ സന്തോഷേട്ടൻ പറഞ്ഞാൽ നമ്മുടെ ആളല്ലേ. സൊക്ക നിന്റെ വയറൊന്നും നടക്കിയാണ്. അപ്പോൾ ഉമ്മച്ചാ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. പറഞ്ഞാലും കൂടുതലേ. എന്താ ഐറ്റങ്ങൾ? നമുക്ക് എത്ര ഐറ്റം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐറ്റങ്ങളേ നോക്ക്. മീന്, കരിമീൻ പൊള്ളിച്ചത്, പരല്, മുട്ട, കപ്പ, മറ്റേ താറാവ്, ബീഫ്, ചിക്കൻ, ചില്ലി, പോർക്ക്, ബോട്ടി. അപ്പൊ ഇതാ കാടായി, ബിരിയാണി ഉണ്ട്, എല്ലാ ഐറ്റങ്ങളും ചേർന്നിട്ടുണ്ട്. ഇന്ന് സൊക്കന്റെ വിശപ്പ് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. സൊക്ക വാ, ഇരിക്കി. സൊക്ക ഇരുന്നോ. സൊക്കന് ഏതാ വേണ്ടത്? ബിരിയാണി ആണോ? ഇതിൽ ഏതാ ഐറ്റം? ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞ, അതാ വയറ് നിറഞ്ഞ. അപ്പൊ ആദ്യം ബിരിയാണി, ആദ്യം ഒന്ന് ബിരിയാണി ആദ്യം സൊക്കൻ കഴിക്കട്ടെ. എന്തറിയോ, സൊക്കനെയാണ് നമ്മൾ ഇന്ന് ട്രീറ്റ് ചെയ്തത്. കാടയുണ്ട്, എടുത്തോ, എല്ലാം എടുത്തോ. അപ്പൊ ഇന്ന് നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പൊ ഫാമിലിയോടെ വന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ആംബിയൻസ് ഹോട്ടല്. അപ്പൊ ഞമ്മക്ക് കഴിക്കല്ലേ ഒന്ന്? കഴിച്ചോ. പത്തിരിയൊക്കെ ഉണ്ട്, എടുത്ത് കഴിച്ചോ. ഏത് വേണം? ചില്ലി വേണം. മകൻ ചില്ലി ആണെങ്കിൽ മകൻ ചില്ലിയോടെ കഴിച്ചോ. സൊക്കം കഴിച്ചോ. ബിരിയാണി നോക്കാം. നീ ബിരിയാണി നോക്കാം, ഞാൻ കാട. സൊക്കം നോക്ക്, അടിപൊളി, സൂപ്പർ. കാട വേണോ? മകന് കാടായിട്ടാണ്. കാട കഴിക്കാൻ പറ്റാ? അങ്ങനെയുണ്ട് ബിരിയാണി. സൂപ്പറാണ്. ഞാൻ എല്ലാ ഐറ്റങ്ങളും ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. ആദ്യം കപ്പയിൽ തുടങ്ങട്ടെ. കപ്പയും ബീഫും അല്ലേ കോമ്പിനേഷൻ? ഞാൻ ആദ്യം അതിൽ തുടങ്ങട്ടെ. സൂപ്പർ സംഭവം. ഞാൻ അത്ര ആദ്യമായിട്ട് ആയതുകൊണ്ട് ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ എല്ലാം ഒന്നൊന്നും മെച്ചോട്ടാ. ബോട്ടി അങ്ങനെയുണ്ട്. ചില്ലി, മീൻ എടുത്ത് കൊടുക്കാൻ ചെറുത് പറ്റില്ല, വലുതാണ്. കരിമീനാണ് കേട്ടോ.
എന്നുവെച്ചാൽ എന്താ പറഞ്ഞ കഴിക്കുക. അപ്പോഴേ നല്ല കള്ളുണ്ട്. പനങ്ങൾ ഈ ടൈമിൽ കിട്ടില്ല, പക്ഷെ പനങ്ങളുള്ളപ്പോ രാവിലെ വന്ന പനങ്ങൾ കിട്ടും. നീക്ക് വേണ്ടി കള്ള് വേണ്ട? ടേസ്റ്റ് ചെയ്ത് നോക്കി നിന്ന്. കള്ള് കേരളത്തിന്റെ ദേശീയ പാനീയമാണ്. എന്ത് സൊക്ക എങ്ങനെ വയറ് നിറഞ്ഞാ? വിശപ്പ് തീർന്നു. എനിക്കോ എന്തെങ്കിലും വേണമെന്ന്? എന്ത് എന്താ ഉള്ളത്? ചിക്കൻ മാത്രം ചില്ലി എടുക്കാം അല്ലേ? ഓക്കെ. ഉമ്മച്ചനോ? ഫുള്ള് എല്ലാവർക്കും നിറഞ്ഞു. നല്ല എല്ലാവർക്കും തൃപ്തിയായി. എന്താ പറയാ, ഹെവി ഫുഡ് നന്നായി കഴിച്ചു. ഇതാ എല്ലാം പാത്രങ്ങളൊക്കെ കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർ സംഭവം കേട്ടോ. സൊക്കനെയാണ് ഞങ്ങള് എന്താ പറയാ അവനെ ഫുഡ് കഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് വന്നത്. അപ്പൊ സൊക്കനെ തൃപ്തിയാ? അപ്പഴേ എന്നുവെച്ചാ അടിപൊളിയല്ലേ? കുഴപ്പനാണോ? അപ്പഴേ കഴിച്ചതാ വയറൊക്കെ നല്ല ഫുള്ളായി അല്ലേ? നല്ല ഫുഡ് എന്തായാലും സൂപ്പർ കേട്ടോ. ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം, കള്ളു കുടിക്കേണ്ടവർ കള്ളു കുടിക്കാം. രണ്ടും കൂടി ചേർന്നിട്ട് തന്നെയാണ്. അപ്പോ എല്ലാവരും വരിക. നല്ല സംഭവമാണ്. ഈ സ്ഥലം വന്നിട്ട് പെരുമ്പ് തണ്ണീർപ്പന്തലിനുള്ളില് നമ്മുടെ കോട്ടാനി ഷാപ്പ്. നമ്മൾ ഫുഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുഡ് നല്ല ഫുഡാണ്. എല്ലാവരും വരിക, കഴിക്കുക. ആംബിയൻസ് അതാണ് ഇതിന്റെ അന്തരീക്ഷം. അതാണ് ഇതിന്റെ അന്തരീക്ഷം, അതാണ് ആംബിയൻസ്. ഓക്കെ, അപ്പൊ എല്ലാവരും വരിക. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യുക. ഓക്കെ അല്ലേ?